5, Chapter 5, Abraham Lincoln. If you want more videos, please write which class, chapter number, chapter name in comment box. ക്ലാസ് തുടങ്ങാം. ഇന്ന് ക്ലാസ് 5-ൻ്റെ 5-ാമത്തെ പാഠമായ എബ്രഹാം ലിങ്കനെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ ചർച്ച ചെയ്യണത്. എബ്രഹാം ലിങ്കൻ को आज़ादी का मसीहा कहा जाता है. എബ്രഹാം ലിങ്കനെ ആസാദി का मसीहा എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. अमेरिका में इनका नाम बड़े आदर के साथ लिया जाता है. അമേരിക്കയിൽ ഇവരുടെ പേര് ഭയങ്കര റെസ്പെക്റ്റോടെ കൂടെയാണ് പറയണത്. അമേരിക്ക മേ പെഹലെ ദാസ് പ്രഥ തി. അമേരിക്കയിൽ ആദ്യം അടിമത്വമായിരുന്നു. ദാസ് പ്രഥ പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്വം. ഓക്കെ. वहाँ अफ्रीका से लाए गए दासों का जीवन बड़ा दुखद था. അഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന അടിമകളെ, അതായത് അവരുടെ ദാസവും പറഞ്ഞ അടിമകളുടെ ജീവിതം ഭയങ്കര ട്രാജഡി ആയിരുന്നു. ലിങ്കൻ को यह बहुत बुरा लगता था. अब्राहम लिंकन ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. उन्होंने दास प्रथा का विरोध किया और उनके प्रयासों से दास प्रथा समाप्त हो गई. അത് അവർ എബ്രഹാം ലിങ്കൻ ഈ അടിമത്തത്തിന് എതിരായിട്ട് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹിം ഫൈറ്റ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് അവരുടെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തപ്പോഴേക്കും ആ ദാസ് പ്രഥ അവിടെ ഫിനിഷായി. നെക്സ്റ്റ്, अब्राहम का जन्म अमेरिका के पिजन ക്രിക്ക് നാമക് ഗാവ് മേ ഹുവാ था. എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത് അമേരിക്കയിൽ പിജൻ ക്രിക്ക് എന്ന വില്ലേജിലാണ് അതായത് ജനിച്ചത്. ഉൻകാ പരിവാർ ബഹുത് ഗരീബ് था. ഭയങ്കര പാവങ്ങളായിരുന്നു. സബ് ഏക് ഝോംപടി മേ രഹത്തെ थे. ഒരേ കുടിലാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ജിസ്കി ടൂട്ടി ഖിടിക്കിയോं से ठंडी हवा सीधी अंदर आती थी. അതിൻ്റെ പൊട്ടിയ കിടുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജനലിൽ കൂടെ നല്ല തണുത്ത വെള്ളമൊക്കെ തണുത്ത കാറ്റൊക്കെ ഉള്ളിൽ വരികയായിരുന്നു. छत टूटी हुई थी इसलिए वर्षा ऋतु में छत से पानी टपकता था. ഛത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മേൽക്കൂര പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം റെയിനി സീസൺ ഉണ്ടല്ലോ, മഴയത്ത് ആ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒറ്റി വീഴുണ്ടായിരുന്നു. लिंकन के परिवार में प्राय खाने पीने की चीज़ों की भी कमी रहती थी. ലിങ്കൻ്റെ ഫാമിലിയിൽ ഭക്ഷണം കഴിക്കാനും കുടിക്കാനൊക്കെ ഭയങ്കര കുറവായിരുന്നു. എബ്രഹാം ബച്പൻ സേ ഹി ബഡാ ശക്തിശാലി था. എബ്രഹാം ഭയങ്കര ശക്തിശാലി. ഹി വാസ് ഹെൽത്തി. എബ്രഹാം की ताकत का लोह सब मानते थे. അതായത് എബ്രഹാമിൻ്റെ ശക്തിയെ എല്ലാവരും അംഗീകരിച്ചിരുന്നു. വേ ബഡേ ബഡേ കാം ഹസ്തെ ഹസ്തെ കർ ലേता था. എത്ര വലിയ കാര്യമാണെങ്കിലും ചിരിച്ച് അയാൾ എല്ലാം ചെയ്യും. एक दिन की बात है, कुछ लोगों को एक खंबा ले जाना था लेकिन कोई उसे उठा नहीं पा रहा था. ഒരു പ്രാവശ്യം ഒരു ഖമ്പ പറഞ്ഞാൽ തൂണ് കൊണ്ടുപോകണമായിരുന്നു. പക്ഷേ ആർക്കും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. എബ്രഹാം ने जब ये देखा तो उसके मन में उनकी सहायता करने की भावना जागी. എബ്രഹാം ഇത് കണ്ടപ്പോൾ അവരെ സഹായിക്കാൻ നിന്നുള്ള മനസ്സ് വന്നു. उसने खंबे को कंधे पर उठाया और ठीक स्थान पर रख आया. ഹെൽത്തി ആയിരുന്നല്ലോ. അപ്പോൾ ആ തൂണിനെ എബ്രഹാം കന്ത പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിൽ വെച്ചിട്ട് ശരിക്കുള്ള സ്ഥാനത്ത് വെച്ചു. സഭി ഉപസ്ഥിത് ലോഗ് യേ ദേഖർ ബഹുത് പ്രഭാവിത് ഹുए. എല്ലാവരും ഇത് കണ്ടിട്ട് പ്രഭാവിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രസ്സായി. എബ്രഹാം को हंसी मजाक बहुत पसंद है. എബ്രഹാമിന് ഭയങ്കര ചിരിയും കളിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. उसके पिता जब कलिहान पर जाते थे तो उसे भी काम करने के लिए साथ ले जाते. കലിഹാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെതിക്കളം, അതായത് ഫാമിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അത് അപ്പോൾ അവിടെ അച്ഛൻ പോകുമ്പോൾ അവനെയും കൊണ്ടുപോകും. काम के बीच में वे ऐसी शरारती करता था जिसे देख सब लोट पोट हो जाते थे. ഈ പണിയുടെ ഇടയിലുണ്ടല്ലോ ഇവൻ നോട്ടിനെസ് അല്ലെങ്കിൽ കുരുത്തക്കേട് കാണിക്കും, കുറുമ്പ് കാണിക്കും. അപ്പോൾ എല്ലാവരും അത് കണ്ട് ഭയങ്കര ചിരിയായിരിക്കും എന്നാണ് പറയണത്. पिता के साथ चर्च में जाने पर वह പാദ്രി का उपदेश बड़े ध्यान से सुनता था. അച്ഛൻ്റെ കൂടെ ചർച്ചിൽ പോകുമ്പോഴും പാദ്രി പറഞ്ഞ അവിടുത്തെ ഫാദറിൻ്റെ ഉപദേശങ്ങളും ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് ശ്രദ്ധിച്ച് തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത്. നെക്സ്റ്റ്,
वह पढ़ाई में होशियार था, പഠിക്കാനും ഭയങ്കര സ്മാർട്ടായിരുന്നു. उसने पढ़ने का भी बहुत शौक था. उसे പഠിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. जिस पाठ को वह एक बार पढ़ लेता वह उसे पूरी तरह याद हो जाता था. ഒരു പ്രാവശ്യം പഠിക്കുമ്പോൾ തന്നെ മുഴുവനായിട്ട് അത് ഓർമ്മ വരും. वह मित्रों से किताब लेता, उसे पढ़ता और पढ़े हुए पृष्ठ शब्द मित्रों को सुना देता. അതായത് കൂട്ടുകാരുടെ നിന്ന് ബുക്ക് വാങ്ങിക്കും, അത് വായിക്കും, എന്നിട്ട് പിന്നെയും അതേ പാഠങ്ങൾ കൂട്ടുകാർക്ക് കേൾപ്പിച്ചു കൊടുക്കും. ലड़के बड़े अचरज से उसे देखते. लड़के बड़े अचरज पर ആശ്ചര്യത്തോടെ അവനെ കേട്ടോണ്ടിരിക്കും. പഠായി മേ ഉസെ ഏക് ഹി കഠിനായി थी. ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിത്തത്തിന്. उसके पास किताब खरीदने के लिए पैसे नहीं होते थे. അവന് പഠിക്കാൻ വേണ്ടി പുസ്തകം വാങ്ങാൻ വേണ്ടി പൈസ ഉണ്ടായിരുന്നില്ല. वह दिन भर खेतों में काम करता था, इसलिए पढ़ने के लिए समय भी नहीं रहता. അവൻ ഫുൾ ടൈം ഓൾമോസ്റ്റ് ഡേ ടൈം മുഴുവൻ പാടത്ത് പണിയായിരിക്കും. അത് കാരണം പഠിക്കാനും സമയം ഉണ്ടായിരുന്നില്ല. वह खाने के खर्च में से पैसे बचाकर किताबें ले आता था. ഭക്ഷണത്തിൻ്റെ പൈസ മാറ്റി മാറ്റി വെച്ചിട്ടാണ് അവൻ പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കിതാബ് പഠിക്കർ ബേച്ച് ദേത്ത और नई किताब खरीद लेता. ഒരു പുസ്തകം പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെ വിറ്റിട്ടാണ് അടുത്ത പുസ്തകം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. रात को वह सड़क की रोशनी में पढ़ता, क्योंकि घर में रोशनी के लिए तेल उपलब्ध नहीं थी. രാത്രി സഡക്കി റോഷ്നി പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ഇരുന്നിട്ടാണ് എബ്രഹാം ലിങ്കൺ പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം വീട്ടിലത്തെ മണ്ണെണ്ണ വിളക്കിന് വേണ്ടിയിട്ട് മണ്ണെണ്ണയും കൂടി ഉണ്ടായിരുന്നില്ല. തേൽ ഉപലബ്ധ നെയ്യ് പറഞ്ഞ എണ്ണ ഉണ്ടായിരുന്നില്ല. एक दिन एक प्रतिष्ठित आदमी ने उसे सड़क पर पढ़ते देखा. ഒരു ദിവസം പ്രതിഷ്ഠിത് വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ വിശിഷ്ട ഒരു വ്യക്തി അവൻ എബ്രഹാം ലിങ്കൺ പഠിക്കുന്നത് കണ്ടു. उसकी लगन देखकर वह बहुत खुश हुआ. എത്രത്തോളം സ്ട്രെയിൻ എടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് ആ വ്യക്തിക്ക് ഇഷ്ടമായി. वह उसने अब्राहम को भी बहुत सी बुक पढ़ने के लिए दी. അയാൾ എബ്രഹാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ പുസ്തകങ്ങൾ കൊടുത്തു. धीरे धीरे अब्राहम लिंकन स्वयं भी सुंदर कविताएं और गद्य लिखने लगे. മെല്ലെ മെല്ലെ എബ്രഹാം ലിങ്കണും സ്വന്തം തന്നെ കവിതയും ഗദ്യങ്ങളും എഴുതാൻ തുടങ്ങി. കടേ പരിശ്രम से उसने वकालत पास की. ഭയങ്കരമായിട്ട് കോശിഷ് അല്ലെങ്കിൽ മെഹനത്തി പേഴ്സൺ അല്ലെങ്കിൽ അധ്വാനിച്ചിട്ട് അദ്ദേഹം എബ്രഹാം ലിങ്കൺ വക്കീൽ പരീക്ഷ പാസ്സായി. എബ്രഹാം ലിങ്കൺ ने दिन रात परिश्रम किया. എബ്രഹാം ലിങ്കൺ രാവും പകലും അധ്വാനിച്ചു. एक दिन वह भी आया जब वह अपने देश का राष्ट्रपति चुना गया. അപ്പോൾ സ്വന്തം ദേശം അതായത് അമേരിക്കയിലത്തെ രാഷ്ട്രപതി വരെയായി, പ്രസിഡന്റ് വരെ ആയി എബ്രഹാം ലിങ്കൺ. और कहलाया അമേരിക്ക का പ്രഥം നാഗരിക്. എന്നിട്ട് എന്താണ് അമേരിക്കാസ് ഫസ്റ്റ് സിറ്റിസൺ എന്ന പേരിലും കണക്കാക്കപ്പെട്ടു അല്ലെങ്കിൽ അറിയപ്പെട്ടു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഡിയേഴ്സ്.